നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന വാദം ആവർത്തിച്ച് രാഹുൽ ഈശ്വർ. കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുതന്നെയായാലും കേസിൽ വിധി വരുമ്പോൾ മാധ്യമങ്ങൾ ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ശരിയായ തീരുമാനമാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കൂടുതൽ താല്പര്യം പ്രോസിക്യൂഷനാണെന്നാണ്. വിധിക്ക് ശേഷമാണ് CBI അന്വേഷണം വരുന്നതെങ്കിൽ പോലീസുകാരിൽ ചിലർ ചെയ്ത കള്ളത്തരങ്ങൾ വെളിയിൽ വരുമായിരുന്നു. അത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയായിരിക്കും പ്രോസിക്യൂഷൻ CBI അന്വേഷണത്തെ എതിർത്തതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പൾസർ സുനി എനിക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര വിഹാരം നടത്താൻ സാധിക്കുന്നുവെന്നത് വേദനാജനകമായ കാര്യമാണ്. ദിലീപ് കൊടുത്ത ഹർജിയിൽ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഉണ്ടായത്. എന്തുതന്നെയായാലും ഉടൻ തന്നെ കേസിലെ വിധി ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണ്. അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസിലൂടെ ദിലീപിനെ കുടുക്കാൻ പല മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ വിധി വരുമ്പോൾ ദിലീപേട്ട ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത അവർ കാണിക്കണമെന്നാണ് അപേക്ഷിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ഒരു കാര്യവുമില്ലാതെ 80 ദിവസം ജയിലിൽ പിടിച്ചിട്ടു, വർഷങ്ങളോളം വേട്ടയാടി. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരുമ്പോൾ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത മാധ്യമങ്ങളിൽ കാണിക്കണം. നമ്മളൊക്കെ ഇവിടെ തന്നെ ജീവിക്കാൻ പോകുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനിടെ എല്ലാം നമുക്ക് കാണാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണമെന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്നതെന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. ജസ്റ്റിസുമാരായ A. മുഹമ്മദ്, മുഷ്താബ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിലെ സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ 8ാം പ്രതിയുടെ ആവശ്യം സർക്കാർ ശക്തമായി എതിർത്തു. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിപ്പിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. CBI അന്വേഷണമെന്ന ആവശ്യം കഴിഞ്ഞ 6 വർഷമായി ഹർജിക്കാരൻ താൽപര്യത്തോടെ ഉന്നയിച്ചില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണമെന്ന ആവശ്യം തള്ളിയെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ചില പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. 2019 CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ദിലീപ് ആദ്യമായി കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. ഇതിന് പിന്നാലെയാണ് പ്രതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ദിലീപിന്റെ ഹർജി പരിഗണിച്ച ശ്രദ്ധേയമായ ചില പരാമർശങ്ങളും നേരത്തെ നടത്തിയിരുന്നു. കേസിൽ 2017 ഏപ്രിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗികാതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ലെന്നും ഇത് കണ്ടെത്തുന്നതിനായി അന്വേഷണം വേണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിയായ ഒരാൾക്ക് CBI അന്വേഷണം ആവശ്യപ്പെടാനാകുന്നത് എങ്ങനെയെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1ാം പ്രതി പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. നടിയെ ആക്രമിക്കാൻ തനിക്ക് കോടികൾ പ്രതിഫലം നൽകിയത് നടൻ ദിലീപ് തന്നെയാണെന്നാണ് പൾസർ സുനി വ്യക്തമാക്കിയിട്ടുള്ളത്. നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ഒരു സ്വകാര്യ ചാനലിന്റെ ഒളിക്യാമറയിലൂടെയാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത്. നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്ന് പൾസർ സുനി പറയുന്നത് ഈ ഒളിക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഇനിയും 80 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. ആവശ്യം വരുമ്പോൾ പലപ്പോഴായി ചോദിച്ചിരുന്നു. ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത്. ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്താനും നിർദ്ദേശിച്ചു. എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയോട് വിശദീകരിച്ചു. അക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു. ആ കാശ് വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നുവെന്നും പൾസർ സുനി പറയുന്നു. ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പൾസർ സുനി പറയുന്നുണ്ട്. പലതവണ ദൃശ്യങ്ങൾ പകർത്തിയതായും ഇയാൾ സമ്മതിച്ചു. അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും സുനി വെളിപ്പെടുത്തി. എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു. എന്റെ പിറകിൽ നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും ആളുണ്ടായിരുന്നു, പൾസർ സുനി പറയുന്നു. ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നതായും സുനി പറയുന്നുണ്ട്. കേസിൽ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായെന്നും പൾസർ സുനി പറയുന്നുണ്ട്. പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷകയ്ക്ക് നൽകിയെന്നും അഭിഭാഷകയ്ക്ക് കൈമാറിയത് പീഡന ദൃശ്യങ്ങളുടെ പകർപ്പാണെന്നും ഇയാൾ വ്യക്തമാക്കി. അഭിഭാഷകയാണ് കാർഡ് കോടതിക്ക് കൈമാറിയതെന്നും മെമ്മറി കാർഡ് പോലീസിൽ കിട്ടിയില്ലെങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നെന്നും സുനി പറയുന്നുണ്ട്. പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി. സുരക്ഷിതമായി സൂക്ഷിക്കാൻ നൽകിയത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടമാകേണ്ടെന്ന് കരുതിയാണ് അഭിഭാഷകയ്ക്ക് നൽകിയത്. മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും സുനി പറയുന്നുണ്ട്. കേസിൽ നിർണായക ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശമുണ്ടെന്ന സൂചനയാണ് പൾസർ സുനി പുറത്തുവിട്ടത്. ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ലെന്നും മൊബൈൽ ഫോൺ സൂക്ഷിച്ചത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും സുനി പറയുന്നു. ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറയുന്നുണ്ട്.
ദിലീപിന്റെ അറിവോടുകൂടി വേറെ നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തി. ആ ലൈംഗിക അതിക്രമങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നും സുനി പറയുന്നുണ്ട്. എല്ലാ അതിക്രമങ്ങളും ദിലീപിന് അറിയാമായിരുന്നു. സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും ഒന്നും പുറത്തു പറയില്ല എന്നാണ് പൾസർ സുനി പറയുന്നത്. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും ബന്ധമില്ല. മഞ്ജു വാര്യർക്കും സംവിധായകൻ ശ്രീകുമാർ മേനോനും ഈ കേസുമായി ബന്ധമില്ലെന്നും പൾസർ സുനി തുറന്നു പറഞ്ഞു. ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണെന്നും ശ്രീകുമാർ മേനോനെ താൻ കണ്ടിട്ട് പോലുമില്ലെന്നാണ് സുനി പറഞ്ഞത്. ജയിലിൽ കഴിയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായുള്ള നിർണായക വിവരവും പൾസർ സുനി പങ്കുവച്ചു. തന്നെ അടിച്ചു നശിപ്പിച്ചുവെന്നും ഇയാൾ പറഞ്ഞു. ഇതിനുശേഷമാണ് ദിലീപിന് കത്തയച്ചതെന്നും അതോടുകൂടിയാണ് കൊലപാതക ശ്രമം അവസാനിപ്പിച്ചതെന്നും സുനി പറയുന്നു. ഈ നിമിഷം വരെ താൻ ദിലീപിനെ സംരക്ഷിച്ചുവെന്നും വിശ്വാസ്യത നിലനിർത്തിയെന്നും പൾസർ സുനി പറയുന്നുണ്ട്. ദിലീപ് ചതിച്ചിട്ടും ദിലീപിനെ സംരക്ഷിച്ചെന്നും ഇതുവരെ ഒരു കാര്യവും പുറത്ത് പറഞ്ഞിട്ടില്ലെന്നും സുനി പറയുന്നുണ്ട്. താൻ പുറത്തു പറഞ്ഞാൽ വേറെ ആളുകൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഒന്നാം പ്രത്യേകത സുനി നൽകുന്നുണ്ട്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ വിചാരണ നേരിടുന്ന 8ാം പ്രതിയാണ് ദിലീപ്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. കേസിൽ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കുടിക്കാനുള്ള പൾസർ സുനിയുടെ നാടകമാണിതെന്നുമാണ് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വർ നേരത്തെ പ്രതികരിച്ചിരുന്നത്.